ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കാഴ്ചയിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ടീം VDS സർക്കാർ ഇന്ന് അധികാരത്തിലേക്ക്. രാവിലെ 10-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി അടക്കം 14 പേർ പുതുമുഖങ്ങളാണ്, 2 പേർ വനിതകൾ. മുഖ്യമന്ത്രി അടക്കം 12 പേരാണ് മന്ത്രിസഭയിലെ കോൺഗ്രസ് അംഗങ്ങൾ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിലേറുന്ന UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വൻ ആഘോഷമാക്കുകയാണ് UDF പ്രവർത്തകർ. ഞങ്ങളുടെ പ്രതിനിധികൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തലസ്ഥാനത്തെ ആഘോഷങ്ങളുടെ ഓരോ വിവരങ്ങളും നൽകാനായി ഈ സമയം മുതൽ ചേരുകയാണ്. TV പ്രസാദും റോഷിബാലും ഉൾപ്പെടുന്ന വലിയ സംഘം തന്നെ തലസ്ഥാനത്തുണ്ട്. ആദ്യം TV പ്രസാദിലേക്കാണ്. പ്രസാദ്, 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വരികയാണ്. 15 വർഷത്തിന് ശേഷം UDFന്റെ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെല്ലാൻ പോവുകയാണ്. മറ്റൊന്ന് ചരിത്രം, അതും 40 വർഷത്തിലേറെ സമയമെടുത്തുകൊണ്ട് ഒരു മുഴുവൻ മന്ത്രിസഭ തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അതൊരു ചരിത്രമായി മാറുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണിന്ന്. എല്ലാ കണ്ണുകളും കാതുകളും ഒക്കെ തലസ്ഥാനത്തേക്കാണ്. ഓരോരുത്തരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാനായി കേരളം കാത്തിരിക്കുകയാണ്. TV പ്രസാദ്, അവസാന ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടല്ലോ. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എപ്പോഴെത്തിച്ചേരും? റോഷി പറഞ്ഞതുപോലെ 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷമാണ് UDF ഇന്ന് അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ തൊട്ടുപുറത്താണ്. സെൻട്രൽ സ്റ്റേഡിയം നമുക്കറിയാവുന്നതുപോലെ സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള സ്റ്റേഡിയമാണ് ഈ സെൻട്രൽ സ്റ്റേഡിയം. അവിടെ എല്ലാ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. കനത്ത പോലീസ് ബന്ദോബസ്താണ്. എങ്ങും 1 ലക്ഷത്തിലേറെ ആളുകൾ നഗരത്തിലേക്ക് കടന്നു വരും എന്ന ഒരു കണക്കുകൂട്ടലാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും ഇതുപോലെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് മാത്രം ആളുകളെ കടത്തിവിടുന്നു. എത്ര ആളുകൾ വന്നാലും അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധമുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന നിമിഷമാണ്. മുഖ്യമന്ത്രി VD സതീശൻ അടക്കം ആകെ 21 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് പോയി ആദ്യ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കും. ആദ്യ മന്ത്രിസഭായോഗത്തിലെ തീരുമാനം എന്തൊക്കെയാണ് എന്നറിയാനാണ് പ്രധാനമായും കേരളം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷം പറഞ്ഞ, ഭരണപക്ഷത്തിനെതിരെ പറഞ്ഞ വിമർശനങ്ങൾ, പ്രധാന വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു സൂചനയായിരിക്കും ആദ്യ മന്ത്രിസഭായോഗം എന്ന് നേരത്തെ തന്നെ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഉറപ്പായും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിന് വലിയ പ്രസക്തിയുമുണ്ട്. രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന LDF സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ ഇനിയിപ്പോൾ UDF ഭരണകാലത്ത് തലസ്ഥാനത്തേക്ക് എത്തും എന്നൊരു പ്രത്യേകതയുണ്ട്. എവിടെ നോക്കിയാലും സ്റ്റേറ്റ് കാറുകളാണ്, എവിടെ നോക്കിയാലും പോലീസ് വാഹനങ്ങളാണ്, എവിടെ നോക്കിയാലും പോലീസ് ബന്ദോബസ്തുകളാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ ദിവസം ഇത് UDF പ്രവർത്തകരുടെ ആഘോഷത്തിന്റെ കൂടി ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിന്റെ എല്ലാ ക്ഷീണവുമുണ്ട്. എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾ ഇന്നലെ വൈകിട്ട് എത്തി. ഇവിടുന്ന് എത്തിയത് ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ്. അതെ. എങ്ങനെ വന്നു? ഞങ്ങൾ കണ്ണൂരിൽ ട്രെയിന് വന്നു. ഒരുപാട് ആള് വണ്ടിക്ക് വന്നവരുണ്ട്. ബസ്സൊക്കെ പിടിച്ചു വരുന്നു പറഞ്ഞു. കാസർഗോഡ് ഇഷ്ടം പോലെ ആളുകളല്ലേ. ബസ്സും അതുപോലെ തന്നെ ടാക്സിയും അതുപോലെ പൈസ മുടക്കി വരുന്നവരുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ടാക്സി വിളിച്ചാണ് ഇവിടെ എത്തിയത്. സ്ഥലം മതി. ഓരോ കാര്യങ്ങളും അതുപോലെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ തന്നെ വലിയ ക്രൗഡാണ്. ഇവിടെ കണ്ണൂരിൽ തന്നെ. കാസർഗോഡ് ഞങ്ങളിപ്പോ 4ാമത്തെ തവണ ഇവിടെ വരുന്നത്. അവിടുന്ന് പറഞ്ഞു ഇത് പാസിലത്തോടെ എൻട്രൻസ് ഇവിടെയാന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് പറഞ്ഞു അവിടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളത് നടക്കുക. പോലീസിനെ സംബന്ധിച്ച് അവർക്ക് സുരക്ഷ ഒതുക്കണല്ലോ. നോക്കാം. റോഷിനി, ഇതാണ് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുമുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടത്. മനസ്സിലായില്ല, അവര് കിട്ടുന്ന വാഹനങ്ങൾ പിടിച്ചു വന്നവരാണ്. ഇതൊരു സൂചനയാണ്. ഉറപ്പായും നഗരം 8 മണിയോടുകൂടി തന്നെ നിറയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും വയനാട് നിന്നും മലപ്പുറത്ത് നിന്നും ഉൾപ്പെടെ ധാരാളം ആളുകളാണ് എനിക്ക് പിറകിലുള്ള ഈ സെൻട്രൽ സ്റ്റേഡിയത്തെ ലക്ഷ്യമാക്കി വരുന്നത്. അവരുടെ സർക്കാർ അധികാരത്തിലേറുന്നത് കാണാൻ കഴിഞ്ഞ 10
10 വർഷം പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങൾ അതിന്റെ റിസൾട്ടാണ് ഇത് എന്ന് കരുതിയിട്ടാണ് ഓരോ പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണിന്ന്. അവരുടെ സർക്കാർ അധികാരത്തിലേറുന്നത് നേരിട്ട് കാണാനുള്ള ഒരവസരം. പോലീസിന്റെ ബന്ദോബസ്തിനെ കുറിച്ചുള്ള പരാതികളാണ് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുമതല അവർക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഈ നമ്മൾ കാണുന്ന പോലെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സെക്രട്ടേറിയറ്റിന് പുറത്ത് ഇതാ എങ്ങും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ചിത്രങ്ങളടങ്ങിയ പടങ്ങളാണ്. തൊട്ടപ്പുറം ഖാർഗെയും അതുപോലെ രാഹുൽ ഗാന്ധിയുമുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാ മന്ത്രിമാർക്കും ഷിബു ബേബി ജോണിന്റെ ഒരു വലിയ കട്ടൌട്ട് കാണാം. അതുപോലെ തന്നെ കെ മുരളീധരനെ കാണാം, പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണാം, CP ജോണിനെ കാണാം. അങ്ങനെ തുടങ്ങി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന മന്ത്രിമാരുടെ പടങ്ങളടങ്ങിയ കൂറ്റൻ ഫ്ലക്സുകളാണ് ഈ നഗരത്തിലെങ്ങും, പ്രത്യേകിച്ച് എനിക്ക് പിറകിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പുറത്ത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പ്രേക്ഷകർ റിപ്പോർട്ടിനൊപ്പം തുടരുക. നിരവധി യൂണിറ്റുകൾ പലയിടങ്ങളിൽ നിന്നായി തത്സമയം പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുകയും ചെയ്യും. ഓരോ വിശേഷങ്ങളും ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും. ഓരോ മന്ത്രിമാർക്കൊപ്പവും നമ്മുടെ പ്രത്യേക വാർത്താ സംഘമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. റോഷ്നി, പ്രസാദ്, വെയിറ്റിംഗ് എന്ന് മാത്രമേ പറയാനുള്ളൂ.